ഒടുവിൽ കുരിശിൽ നിന്നിറക്കി ജഡം, താഴെയൊരു ദുഃഖത്തിൻ സൂര്യശിലയായി തീർന്നോരമ്മ, തന്മടിത്തട്ടിൽ താങ്ങിക്കിടത്തി വാത്സല്യാർദ്രം. തന്മകനുടെ ആറിത്തണുത്ത തിരുഗാത്രം ഒരു വെള്ളിപ്പൂവിൽ ശോണരേഖകൾ പോലെ, തിരുശോണിതം വാർന്ന പാടുകൾ ഉടലാകെ. താതാ, നീ ഇവരോട് പൊറുക്കേണമേ എന്ന് പാതി കൂമ്പിയ കൺകളിപ്പോഴും പ്രാർത്ഥിക്കുന്നു. തന്നിൽ നിന്നടർന്നോരു മുത്തിനെ ആരോ കുത്തി, നെഞ്ചകം പിളർന്നോരു മുത്തിനെ വീണ്ടും തൻ്റെ അംഗത്തിലെതിരേൽക്കും പാഴ്ചിപ്പിയുടെ മൂകസങ്കടം പോലെ അമ്മയിരിപ്പൂ. കരയുവാൻ കണ്ണുനീരില്ല, ഉരിയാടുവാൻ വാക്കില്ലാതെ, കത്താതെയുരുകാതെ വിങ്ങുമുൾത്താപം പോലെ ഉറ്റുനോക്കി ഞാൻ നിൽക്കേ. പിന്നെയും പിയത്തയെ ഉജ്ജ്വല മുഹൂർത്തങ്ങൾ എന്നുള്ളിലുദിക്കുന്നു. ദൃക്സാക്ഷിയാകുന്നു ഞാൻ അരിമത്യായിൽ നിന്നും എത്തുമൗസേപ്പിനൊപ്പം, ഗലീലീ സ്ത്രീകൾക്കൊപ്പം. അറിവേനടുത്തു നിന്നറിവേൻ ഭൂമിക്കൊപ്പം, അഴലിൻ ചുടുമായിരിക്കുമോരമ്മയെ മൃതിയാശ്ലേഷിച്ചാലും പിന്നെയും മാതാവിൻ്റെ മടിയിലുയിർത്തേടിയണയും തൃപുത്രനെ. നന്ദിയോതുന്നു ഞാനെൻ ഗൈഡിനും വത്തിക്കാനും. പിന്നെയോ പ്രിയപ്പെട്ട മൈക്കലാഞ്ചലോ, നന്ദി നന്ദി എന്നൊരായിരം സ്പന്ദന പുഷ്പങ്ങൾ നിൻ മുന്നിൽ ഞാൻ അർപ്പിക്കുന്നു. നിൻ കരം മുത്തുന്നു ഞാൻ, നിൻ കൈകൾ ചലിപ്പതു കാൺമു. ഞാനതിൻ സർഗമംഗലഗാനം കേട്ടു നിൽപ്പൂ. ഞാൻ നിർനിദ്രമാം നിന്റെ രാവുകൾ, വിയർത്തുരുകും പകലുകൾ പങ്കിടുന്നു ഞാൻ. പിന്നെ നീ ഒത്തുപാനം ചെയ്തു തെല്ലിടമയങ്ങുന്നു ഞാൻ. നിന്റെ സ്വപ്നത്തിലുൽഫുല്ലമാം സൗന്ദര്യത്തെ കണ്ടു പൈതലെപ്പോലെ പുഞ്ചിരിപ്പു ഞാൻ. വീണ്ടും ഉണർന്ന കുളിർവെണ്ണ കല്ലിനുമീതെ നിന്റെ ചുറ്റികയൊരു കരിവണ്ടുപോൽ ചുറ്റിപ്പറന്നുളിതൻ നിറുകയിൽ ചുംബിക്കും ഹർഷോന്മാദസീൽക്കാരം കേൾക്കുന്നു ഞാൻ. ഇന്നലെ വെറും ജഡശിലയായിരുന്നതിൽ നിന്നു നീ കരുണതൻ ഭാവത്തെ തൊട്ടു തൊട്ടുണർത്തവേ. നിന്നോടൊത്തുണർന്നു ഞാൻ, നിന്നോടൊത്തുറങ്ങി ഞാൻ, നിന്നോടൊത്തനശ്വരനായി ഞാൻ. നന്ദി മൈക്കലാഞ്ചലോ, നിന്റെ സംഗീതം, നിന്റെ കണ്ണുനീരും ഉറഞ്ഞുയിരാർന്നൊരീ പിയത്തയെ എന്നുള്ളിലെടുത്തതിഭദ്രമായിരുത്തി ഞാൻ പിന്തിരിയുമ്പോൾ കേട്ടേൻ ഇടിവെട്ടുമ്പോലൊരു ചുറ്റിക മുട്ടും ശബ്ദം.
തകർന്നു തകർന്നു വെൺപൊട്ടുകൾ പൊടികളായ ദയാർദ്രതയുടെ വെളുത്ത കൈത്താമര കൺപോള നിഷാദ നീ നിറുത്തു. കണ്ണില്ലെനിക്കില്ല കൈ ഞാനില്ലാതായി വൃദ്ധനായി അസ്വസ്ഥനായൊന്നുറങ്ങുവാൻ പോലും ഡ്രഗുകൾ തേടിപ്പോകുമീ ശതാബ്ദത്തിൻ ഭ്രാന്തജൽപ്പനം കേട്ടേൻ. പിന്നെ തച്ചുടയ്ക്കുവാൻ മാത്രം ചുറ്റികയെടുത്തൊരു പയ്യൻ്റെ ചുണ്ടിൽ നിന്നും അവനു ചുറ്റും ബിംബഭഞ്ജക പരിവേഷം അണിയിക്കുവാനേതോ ക്യാമറ കൺചിമ്മൊന്നു. മാപ്പു നൽകുകൻ പ്രിയ മൈക്കലാഞ്ചലോ, മാപ്പിവർ ചെയ്യുന്നതെന്തെന്നിവരറിവീല. മൈക്കലാഞ്ചലോ മാപ്പ്. ഒടുവിൽ കുരിശിൽ നിന്ന് ഇറക്കി ജഡം. താഴെ ഒരു ദുഃഖത്തിൻ സൂര്യശിലയായി തീർന്നു ഒരമ്മ. തൻ മടിത്തട്ടിൽ താങ്ങിക്കിടത്തി വാത്സല്യാർദ്രം തൻ മകനുടെ ആറിത്തണുത്ത തിരുഗാത്രം. ഇവിടെ പറയുന്നത് യേശുവിനെ യഹൂദന്മാർ പീലാത്തോസിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. യേശുവിന് കുരിശുമരണം നൽകണമെന്ന് യഹൂദന്മാർ വാശി പിടിച്ചു. അവരുടെ വാശിക്കൊപ്പം പീലാത്തോസിന് നിന്നുകൊടുക്കേണ്ടതായി വന്നു. വാസ്തവത്തിൽ യഹൂദന്മാരുടെ അസൂയയാണ് അവരെ കൊണ്ട് യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലാൻ ആഗ്രഹിപ്പിച്ചത്. ഇങ്ങനെ യേശു കുരിശിൽ തൂങ്ങി മരിച്ചു. യേശുവിനെ സ്നേഹിച്ചിരുന്ന സ്ത്രീകളും അദ്ദേഹത്തിൻ്റെ അമ്മയും കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്നു. യേശു മരിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. യഹൂദന്മാരുടെ നിയമപ്രകാരം പിറ്റേന്ന് സാബത്താണ്. സാബത്ത് ദിവസം വളരെ പരിശുദ്ധമായിട്ടാണ് യഹൂദർ ആചരിക്കുന്നത്. അതിനാൽ യേശുവിൻ്റെ ശരീരം പെട്ടെന്ന് അടക്കം ചെയ്യുന്നതിന് യേശുവിൻ്റെ ബന്ധുക്കൾ ആഗ്രഹിച്ചു. യേശുവിനെ മനസ്സിൽ ആരാധിച്ചിരുന്ന, യേശുവിൻ്റെ അനുയായിയായിരുന്ന അരിമത്യാക്കാരനായ ഔസേപ്പ് പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് കുരിശിൽ നിന്ന് ജഡമെടുത്തു മാറ്റാനുള്ള അനുവാദം വാങ്ങി. അവർ കുരിശിൽ നിന്ന് ജഡമിറക്കി അമ്മയായ മറിയത്തിൻ്റെ മടിയിൽ കിടത്തി. ആ അമ്മ മകൻ്റെ ദേഹം നോക്കിക്കണ്ടു. ഉണ്ണിയായി പിറന്ന ആ ദൈവകുമാരനെ കയ്യിലെടുത്തതു മുതലുള്ള ഓർമ്മകൾ അമ്മയുടെ മനസ്സിൽ ഒന്നൊന്നായി ഉയർന്നു വന്നു. ഇപ്പോൾ യേശുവിൻ്റെ ദേഹം കണ്ടാൽ ഒരു വെളുത്ത ലില്ലിപ്പൂവിൽ ചുവന്ന രേഖകൾ ഉള്ളതുപോലെയാണ് തോന്നുക. ശരീരം മുഴുവൻ അടികൊണ്ട് തിണർത്ത പാടുകൾ, മുതുകാകട്ടെ വയൽ ഉഴുതതുപോലെ കിടക്കുന്നു. ആകെ രക്തമയം. കുരിശിൽ കിടന്നിട്ടും തൻ്റെ മകൻ പ്രാർത്ഥിച്ചത്, താതാ നീ ഇവരോട് പൊറുക്കണമേ എന്നാണല്ലോ എന്ന് ആ അമ്മ ഓർത്തു. തൻ്റെ മടിയിൽ കിടക്കുന്ന മുത്തിനെ അവർ നോക്കി. മരിച്ചു കഴിഞ്ഞോ എന്ന് ഉറപ്പുവരുത്താനായി പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് കുത്തിത്തുറന്ന ആ നെഞ്ചിലേക്ക് ആ അമ്മ നോക്കി. അപ്പോൾ കവി പറയുകയാണ്, തന്നിൽ നിന്ന് അടർന്ന മുത്തിനെ വീണ്ടും ആരോ കുത്തി നെഞ്ച് പിളർന്ന ആ മുത്തിനെ ഏറ്റുവാങ്ങിയ ഒരു ചിപ്പിയുടെ ദുഃഖം പോലെയാണ് ഇപ്പോൾ ആ അമ്മ ഇരിക്കുന്നത്. കരയുവാൻ അവർക്ക് കണ്ണുനീരില്ല, സംസാരിക്കുവാൻ വാക്കുകളില്ല. അവർ വിങ്ങിപ്പൊട്ടി കരയാതെ ഉരുകാതെ തൻ്റെ മകനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. പീലാത്തോസിൻ്റെ ആലോചനാ സഭയിലെ അംഗമായിരുന്ന അരിമത്യാക്കാരനായ ഔസേപ്പ് യേശുവിനെ വളരെയധികം
ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. അയാൾ യഹൂദന്മാരെ ഭയന്നിട്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ നിന്നും അകന്ന് നടന്നിരുന്നത്. യേശു മരിച്ച ദിവസം അരിമത്യാക്കാരനായ ഔസേപ്പ് ധൈര്യപൂർവം പീലാത്തോസിൻ്റെ അരമനയിൽ ചെന്നു. മരിച്ചു കഴിഞ്ഞ യേശുവിൻ്റെ ശരീരം തങ്ങൾ അടക്കം ചെയ്തു കൊള്ളട്ടെ എന്ന് പീലാത്തോസിനോട് ചോദിച്ചു. പീലാത്തോസ് ജഡം എടുത്തു മാറ്റുവാനും സംസ്കരിക്കുവാനും വേണ്ട അനുവാദം നൽകി. അരിമത്യാക്കാരനായ ഔസേപ്പും ഗലീലയിൽ നിന്ന് വന്ന യേശുവിനെ സ്നേഹിച്ചിരുന്ന സ്ത്രീകളും നിക്കോദെമോസ് എന്ന് പറയുന്ന മറ്റൊരു രാജസഭയിലെ അംഗവും ചേർന്ന് പരിമളദ്രവ്യങ്ങളും മൃദുലമായ വസ്ത്രവും അല്ലെങ്കിൽ തുണിയും ഉപയോഗിച്ച് യേശുവിൻ്റെ ശരീരം പൊതിഞ്ഞു കെട്ടി കല്ലറയിൽ ആക്കി. നന്ദിയോതുന്നു ഞാനെൻ ഗൈഡിനും വത്തിക്കാനും, പിന്നെയോ പ്രിയപ്പെട്ട മൈക്കലാഞ്ചലോ നന്ദി നന്ദി എന്നൊരായിരം സ്പന്ദന പുഷ്പങ്ങൾ നിൻ മുന്നിൽ ഞാൻ അർപ്പിക്കുന്നു. കവി ശ്രീ ONV കുറുപ്പ് പറയുകയാണ്, എൻ്റെ ഗൈഡിനും വത്തിക്കാനും ഞാൻ നന്ദി പറയുന്നു. കാരണം എൻ്റെ ഗൈഡാണ് ഇക്കാര്യങ്ങളത്രയും എനിക്ക് പരിചിതമാക്കി തന്നത്. അതുകൂടാതെ മൈക്കലാഞ്ചലോ നിനക്ക് നന്ദി. കാരണം 24 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് പിയത്ത എന്ന ഈ കരളലിയിക്കുന്ന ദൃശ്യം, യേശു മരിച്ച് തൻ്റെ മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന ആ ബിംബം അദ്ദേഹം കൊത്തിയെടുത്തത്. കവി ശ്രീ ONV കുറുപ്പ് പറയുകയാണ്, നിന്റെ രാവുകൾ വിയർത്തുരുകും, നിന്റെ പകലുകൾ അതെല്ലാം ഞാൻ ഓർക്കുന്നു. പിന്നെ നീയൊത്ത് ഞാൻ പാനം ചെയ്യുന്നു, അല്പം മയങ്ങുന്നു. നിന്റെ സ്വപ്നത്തിൽ വിരിഞ്ഞ സൗന്ദര്യത്തെ കണ്ട് ഒരു കുഞ്ഞിനെപ്പോലെ ഞാൻ പുഞ്ചിരിക്കുന്നു. ആ വെളുത്ത കല്ലിനുമീതെ നീ ചുറ്റിക ഉയർത്തി ആ ചുറ്റികയൊരു കരിവണ്ടിനെ പോലെ പാറി നടക്കുന്നത് കാണുമ്പോൾ ആ വെളുത്ത കല്ലിൻ്റെ നിറുകയിൽ ചുറ്റിക ഒരു വണ്ടിനെ പോലെ പറന്നു നടന്ന് സന്തോഷത്തിൻ്റെയും ഉന്മാദത്തിൻ്റെയും സീൽക്കാര ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു, ആനന്ദിച്ച് ആഹ്ലാദിക്കുന്നു. ഇന്നലെ വെറും ജഡമായിരുന്ന, ജീവനില്ലാതിരുന്ന ഒരു കല്ലിൽ നിന്നാണ് നീ കാരുണ്യത്തിൻ്റെ ഈ ഭാവത്തെ കൊത്തിയെടുത്തത്. അതുകൊണ്ട് ഞാൻ നിന്നോടൊത്ത് സന്തോഷിക്കുന്നു. മൈക്കലാഞ്ചലോയ്ക്ക് മനസ്സാ നന്ദി പറഞ്ഞുകൊണ്ട് കവി ONV കുറുപ്പ് പിയത്ത എന്ന ആ അസാധാരണ അല്ലെങ്കിൽ കരളലിയിക്കുന്ന ആ ദൃശ്യത്തെ തൻ്റെ ഉള്ളിൽ പകർത്തിയെടുത്ത് ഭദ്രമായി അതിനെ തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് പിന്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് പെട്ടെന്ന് സ്വരം കേൾക്കുന്നത്. എന്തിനെയോ തകർക്കുന്ന ചുറ്റികയുടെ ശബ്ദം. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ പിയത്ത എന്ന ആ നിർമ്മല രൂപത്തിൻ്റെ, ആ ബിംബത്തിൻ്റെ ശിരസ് തകർന്ന്, അല്ലെങ്കിൽ പിയത്തയിൽ കൊത്തിവെച്ചിരിക്കുന്ന യേശുവിൻ്റെ ശിരസിൻ്റെ ഭാഗം തകർന്ന് താഴെ വീണ് കിടക്കുന്നു. ചുറ്റിക മുട്ടുന്ന സ്വരം, പൊടികൾ പറക്കുന്നു, വെളുത്ത പൊടി പറക്കുന്നു. യേശുവിൻ്റെ ശിരസിരിക്കുന്ന സ്ഥലത്ത് ശൂന്യത മാത്രം. ശ്രീ ONV കുറുപ്പ് കേട്ട സ്വരം മറ്റൊന്നുമായിരുന്നില്ല. ലാസ്ലോ ടോത്ത് എന്ന 33 വയസ്സുകാരനായിരുന്ന ഓസ്ട്രിയക്കാരനായിരുന്ന ഒരു അക്രമി പിയത്തയെ തച്ചുടയ്ക്കുകയാണ് ചെയ്തത്. അയാൾ മനോരോഗിയാണെന്ന് പിന്നീട് കണ്ടെത്തി. അയാൾക്കെതിരെ യാതൊരു ശിക്ഷയും ഉണ്ടായില്ല.
2 വർഷത്തെ ആശുപത്രി ജീവിതത്തിന് ശേഷം അയാളെ സ്വദേശത്തേക്ക് മടക്കി അയക്കുകയാണ് ഉണ്ടായത്. എന്നാൽ മനോഹരമായ കരുണാർദ്രമായ പിയത്ത അപൂർണമായി. ഇത് കണ്ട കവി മൈക്കൽ ആഞ്ചലോയോട് മാപ്പ് ചോദിക്കുന്നു. ഇവിടെ കവി യേശുവിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: മാപ്പു നൽകുക പ്രിയപ്പെട്ട മൈക്കൽ ആഞ്ചലോ, കാരണം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല.